ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഒരുപാട് സ്പെഷ്യലും വലിയ വലിയ കുക്കിങ്ങോ വലിയ വലിയ പ്രത്യേകതകളോ ഒന്നും ഉള്ള ഒരു ദിവസമല്ല. ഒരു നോർമലായിട്ടുള്ള ഒരു വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീക്കെൻഡ്സിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലും കാര്യങ്ങളുമൊക്കെ കുറച്ച് കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീക്കെൻഡ്സിലാണ്. അപ്പോൾ ഇത് വീക്ക് ഡേ ആണ്. അപ്പോൾ സാറായിക്ക് ഇക്കാക്കുമൊക്കെ സ്കൂളും ഓഫീസും ഒക്കെ ഉള്ള ഒരു നോർമലായിട്ടുള്ള ഒരു സാധാ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ, കുറച്ച് ധൃതി പിടിച്ച് തന്നെയാണ് നമ്മൾ വീക്ക് ഡേയ്സിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ രാവിലെ തേങ്ങാ ചമ്മന്തിയാണ്, പിന്നെ ദോശയും. അപ്പോൾ ദോശയും ചമ്മന്തിയും ചായയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് ചൂട് ചായ ഞാൻ എടുക്കുകയാണ്. പിന്നെ ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. പിന്നെ ചമ്മന്തി കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ദിവസം കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ദോശയും ചമ്മന്തിയും ഒക്കെ റെഡിയാക്കുന്നത്. ഈയിടെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് സാമ്പാർ വിട്ടിട്ട് ദോശയും ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ്. 2 ദോശയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി എന്ന് പറയുന്നത്, കുറച്ച് കളറ് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എരിവ് ആവശ്യത്തിനേ ഉള്ളൂ. കളറെന്ന് പറയുന്നത് കുറച്ച് മുന്നിൽ നിൽക്കും. അപ്പോൾ വളരെ ടേസ്റ്റാണ്. നല്ല കൂടുതൽ കുറച്ച് കൊച്ചുള്ളിയും കടുകും കറിവേപ്പിലയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് താളിച്ചൂറ്റിയ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് താളിച്ചൂറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി. ഈ കാശ്മീരി ചില്ലി പൗഡറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കളറ് കാണാനായിട്ടൊരു പ്രത്യേക രസമാണ്. അപ്പോൾ എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം ഓഫീസിലൊക്കെ പോയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തേന് ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടി എടുക്കുന്നത്, മക്കൾക്ക് അവർക്ക് വേണ്ട ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം എനിക്കിന്ന് ലഞ്ചിന് വേണ്ടി എടുക്കുന്നത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് വീറ്റ് അടയാണ്. അപ്പോൾ ഗോതമ്പ് അട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾ കുറുമ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഗോതമ്പ് അടയുടെ കൂടെ, നല്ല ചൂട് ഗോതമ്പ് അടയുടെ കൂടെ ഭയങ്കര ഫേവറേറ്റാണ് കുറച്ച് സവോളയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് പുളിയും കൂടെ ചാലിച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ ഗോതമ്പ് അടയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം വേവാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചോറ് കുറച്ച് ഗ്യാപ്പ് ഇടുകയാണ്. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചോറ് കഴിച്ചതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പലഹാരങ്ങൾ എന്തെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീറ്റ്, നല്ല തേങ്ങയൊക്കെ അത്യാവശ്യം ഇട്ടിട്ടുള്ള, ഒരുപാട് എണ്ണയൊന്നും ചേർക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രിസ്പി ആയിട്ടുള്ള വീറ്റ് അടയും, പിന്നെ നമുക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ കുറുമയും, പിന്നെ നമ്മുടെ ഉള്ളിയും മുളകും പുളിയുമൊക്കെ ഇട്ട് ചാലിച്ച ആ ഒരു ചമ്മന്തി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. കാര്യം ഈ വെജിറ്റബിൾ കുറുമ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് ഞാൻ ബാക്കി വന്നത് കൊണ്ട് എടുത്ത് കഴിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ഒരു വീറ്റ് അടയുടെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിയും മുളകും ചാലിച്ചതും, അതുപോലെ തന്നെ നമ്മുടെ വത്തൽമുളക് ചമ്മന്തി, വത്തൽമുളകും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി, അങ്ങനെ ഈ എരിവ് പരമായിട്ടുള്ള ചട്നീസൊക്കെ ഈ ഒരു വീറ്റ് അടയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ലഞ്ച് ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. അപ്പോൾ ചോറ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോറ് കഴിച്ചത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോറ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു വെറൈറ്റിക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഈ
ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗോതമ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഗോതമ്പ് അട, ഇതുപോലെ ചൂട് അട ചുട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വീറ്റ് പുട്ട് അതും ഇഷ്ടമാണ്. അങ്ങനെ ഇടയ്ക്കിങ്ങനെ നമുക്ക് ഒരു വെറൈറ്റി കഴിക്കണം തോന്നുമ്പോൾ ഈ വീറ്റിൻ്റെ ഐറ്റംസൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഉള്ളിയും മുളകും അതുപോലെ തന്നെ പുളിയും ഒക്കെ ഇട്ട് ചാലിച്ചത് നല്ല ചൂട് വീറ്റ് അടയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് എന്ന് പറയുന്നത്. കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും, അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇക്ക ഓഫീസൊക്കെ വിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടായിട്ട് കോഫി, അപ്പോൾ ചൂട് കാപ്പി വെച്ചു. അതിൻ്റെ കൂടെ കുറച്ച് പഴം പൊരിച്ചു. പിന്നെ ബ്രെഡ് ഓംലെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഇന്ന് പഴംപൊരിയും അതുപോലെ തന്നെ ബ്രെഡ് ഓംലെറ്റും ആണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വീറ്റിൻ്റെ അടയൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ ഡിന്നറിന് നമ്മൾ ദോശയാണ്. അപ്പോൾ ഡിന്നറിന് ദോശയും അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ റെഡിയാക്കിയായിരുന്നു. പിന്നെ കുറച്ച് കുഞ്ഞൻ മത്തി വറുത്തത് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിലത്തെ എൻ്റെ ഫുഡെന്ന് പറയുന്നത് 2 ദോശയും അതുപോലെ തന്നെ സാമ്പാറും മത്തി പൊരിച്ചതുമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഈ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അതുപോലെ തന്നെ ടേസ്റ്റി ഡിന്നറും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീക്ക് ഡേ ആണ്. ഞാനതാണ് വീഡിയോയിൽ വാട്ട് ഐ ഈറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഇതൊരു വീക്ക് ഡേ ആണ്. വീക്ക് ഡേയ്സിൽ കൂടുതലും തട്ടിക്കൂട്ടൽ തന്നെയാണ്. കാരണം അധികം ടൈമിൽ കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടുതലും നമ്മൾ തട്ടിക്കൂട്ടലാണ്. അപ്പോൾ വീക്കെൻഡ്സിൽ, അതായത് സാറ്റർഡേ സൺഡേസിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കുറച്ച് ഹെവി ആയിട്ട് കുക്ക് ചെയ്യുന്നത്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിന്നർ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റിൻ്റെ ഡേയുമായിട്ട് വരുന്നത് വരെ ബൈ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.